തൃശൂർ മതിലകം തൃപ്പേക്കുളത്ത് കനോലി കനാലിൽ കൂട് കെട്ടി കൃഷി ചെയ്തിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. ഫിഷറീസ് വകുപ്പിന്റെ PM മത്സ്യസമ്പത്ത് യോജന പദ്ധതി പ്രകാരം സ്ഥാപിച്ച മത്സ്യക്കൂട് കൃഷിയിലെ മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത്. മതിലകം സ്വദേശി ഖദീജ ബി മാഹിൻ 5.5 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് മത്സ്യകൃഷി നടത്തി വന്നത്. മനോജ് ചേരുന്നുണ്ട്. മനോജ്, നമ്മൾ ഈ കൊച്ചിയിൽ കണ്ടതായിരുന്നു ഈ ഒരു സംഭവം. പലയിടത്തായിട്ട് ഇപ്പോൾ ഇങ്ങനെ മത്സ്യങ്ങളൊക്കെ തന്നെ ചത്തുപൊങ്ങുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഇതിൽ എന്താണ് കാരണമെന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഇതിൽ നമ്മൾ പറയേണ്ടത് കഷ്ടപ്പെട്ട് പൈസ ചെലവാക്കി ഒക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ചെലവഴിച്ച ആ ഒരു സമയം അതൊക്കെ തന്നെ ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയാണ് ഈ മത്സ്യകർഷകർക്ക്. തീർച്ചയായും രജനി, ഇന്ന് രാവിലെയോടെയാണ് ഈ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ഈ മതിലകം സ്വദേശിയായിട്ടുള്ള ഈ ഖദീജ ബി മാഹിൻ ഈ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ 5.5 ലക്ഷത്തോളം രൂപ ചിലവിട്ട് ഈ മത്സ്യകൃഷി ആരംഭിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജന പദ്ധതി പ്രകാരമാണ് ഈ മത്സ്യക്കൂടുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ കൃഷി നടത്തി വന്നിരുന്നത്. 2000 കളാഞ്ചി 1000 കരിമീൻ കുഞ്ഞുങ്ങളുമാണ് ഈ പുഴയിൽ കൂടുകെട്ടി വളർത്തിയിരുന്നത്. ഇതിൽ പകുതിയിലധികം മീനുകളും ചത്തുപൊങ്ങിയിരിക്കുന്നു. രാവിലെയോടുകൂടി ഇത് കാണുകയാണ്. ഈ കനത്ത മഴയിൽ കനോലി കനാലിൽ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടിയതും മാലിന്യം നിറഞ്ഞ വെള്ളം ഒഴുകിയെത്തിയതും ഈ മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമായതാണ് പറയുന്നത്. ഇതിൽ തന്നെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ കർഷകന് വന്നിട്ടുള്ളത്. നിരവധി കാലത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനുവരിയിൽ ആരംഭിച്ചു പിന്നീട് പരിപാലിച്ചു വന്നിരുന്ന ഒരു കൃഷിയാണ്. ആ കൃഷിയാണ് ഇത്തരത്തിൽ ഈ ഒറ്റയടിക്ക് തന്നെ ഇത്രയധികം ലക്ഷങ്ങളുടെ നഷ്ടം ആ ഒരു കർഷകന് വന്നിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. എന്താണ് കാരണമെന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴയിൽ ഈ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടിയതും മാലിന്യം നിറഞ്ഞ വെള്ളം ഒഴുകിയെത്തിയതും എവിടെ നിന്നാണ് ഇത്തരത്തിൽ രാസമാലിന്യങ്ങൾ എന്തെങ്കിലും ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിച്ച് വരികയാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇത്രയധികം മീനുകൾ ചത്തുപൊങ്ങിയ കാഴ്ച കണ്ടപ്പോൾ തന്നെ ഈ ഒരു കർഷകരായിട്ടുള്ള പലരും ഇത്തരത്തിൽ ഈ ഒരു വർഷങ്ങളോളം പണിയെടുത്ത് അല്ലെങ്കിൽ ഈ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നടത്തി വന്നിരുന്ന ഈ ഇത്തരത്തിലൊരു സമ്പത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. എന്താണ് കൃത്യമായിട്ടുള്ള കാരണം എന്നുള്ളത് കണ്ടുപിടിക്കാനായി രജനി. ശരി, എന്തായാലും പെരിയാറിലെ മത്സ്യക്കുരുതി കണ്ടപ്പോൾ തന്നെ നെഞ്ചു പൊട്ടുകയായിരുന്നു സാധാരണക്കാരായ ജനങ്ങൾ പോലും. ഇപ്പോൾ തൃശൂർ മതിലകത്തും കനോലി കനാലിൽ കൂടുകെട്ടി കൃഷി ചെയ്തിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊങ്ങി എന്ന വാർത്തയാണ് മനോജ് റിപ്പോർട്ട് ചെയ്തത്. പരിശോധനകളൊക്കെ തന്നെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്.